പ്രൈസ് ദ ലോർഡ് മക്കളെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് മക്കളെ. ഹല്ലേലൂയ. ഇന്ന് തിങ്കളാഴ്ച. ഈശോയുടെ മക്കളെ, നമുക്ക് നമ്മുടെ ദൈവം, നിന്റെ ദൈവം അറിഞ്ഞും അറിയാതെയും നിന്റെ ജീവിതത്തിൽ എത്രയോ അനുഗ്രഹങ്ങൾ നിനക്ക് നടത്തി തന്നിട്ടുണ്ട്. നിനക്കൊരു ജോലിയായിരിക്കാം, ഒരു വീടായിരിക്കാം, വാഹനമായിരിക്കാം, നിന്റെ തൊഴിൽ വിജയമായിരിക്കാം, രോഗസൗഖ്യമായിരിക്കാം, നിന്റെ മക്കളുടെ പഠന വിജയങ്ങളായിരിക്കാം, മക്കൾക്ക് നല്ല ഭാവിയായിരിക്കാം. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കില്ല. ഈശോ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന്. മക്കളെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നടന്ന ഒത്തിരിയേറെ അനുഗ്രഹങ്ങളുണ്ട്. നമുക്കതിനോർത്ത് നന്ദി പറയാം. ഓർത്തോർത്ത് നന്ദി പറയാം. ഓർത്തോർത്ത് നന്ദി പറയാം. ജീവിതത്തിൽ നിനക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത്, വരാൻ പോണ അനുഗ്രഹങ്ങളെ ഓർത്ത്, ലഭിക്കേണ്ട അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. കുറച്ച് നേരം നന്ദി പറഞ്ഞിരിക്കുക. കുറച്ച് നേരം നന്ദി പറയാം. കുറച്ച് നേരം. ദൈവത്തിന് എന്ത് ഇഷ്ടമാണെന്നറിയാവോ? ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങളെ പോലുള്ള ശുശ്രൂഷകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് മെസ്സേജ് എടുക്കണമെങ്കിൽ ഒന്ന് നന്ദി പറയും. കുറച്ച് നേരം. അപ്പം തന്നെ ദൈവിക ദർശനം നൽകുന്നു. നന്ദിയോർത്തോളം വലിയ പ്രാർത്ഥന വേറെ ഇല്ല മക്കളെ. നമ്മൾ പലപ്പോഴും നന്ദി പറയാൻ മടിക്കുന്നു മക്കളെ. അതുകൊണ്ടാണ് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി നാഥ, അളവില്ല സ്നേഹത്തിനായി യേശുവേ നന്ദി നാഥ. മക്കളെ, നിനക്ക് വേണ്ടി യാഗമായി മാറിയ കർത്താവ്, നിനക്ക് വേണ്ടി ഹൃദയം തുറന്നു തന്ന കർത്താവ്, നിനക്ക് വേണ്ടി മുൾക്കിരീടമണിയേണ്ടി വന്ന കർത്താവ്, ആ മുറിവിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. എന്നിട്ട് യേശുവേ നന്ദി നാഥ. കർത്താവായ യേശുവേ, ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന ആ 2 നിയോഗങ്ങൾ, അതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, അത് അങ്ങ് എടുത്തു കൊടുക്കണമേ. എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾ സാധിച്ചു കൊടുക്കണമേ. സകല വിശുദ്ധരെ, കാവൽ മലാഹമാരെ, കാവൽ ദൂതരെ പ്രാർത്ഥിക്കണമേ. മകനെ, മോളെ, നിങ്ങൾ ഈ പ്രാർത്ഥനകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ, കഷ്ടപ്പെടുന്ന മക്കള് ദൈവം അവിടെ നിന്ന് ഒരു കൈ സഹായിച്ച് മോനെ മോളെ അവർ അനുഗ്രഹീതരായി മാറുമ്പോൾ നിനക്ക് സ്വർഗത്തിലൊരു പേര് സമ്പാദിക്കാൻ പറ്റും. നിനക്ക് സ്വർഗത്തിലൊരു പേര് വരും. നിനക്ക് സ്വർഗത്തിലെ ജീവന്റെ പുസ്തകത്തിൽ അവിടെ നിന്റെ സേവിങ് അക്കൗണ്ടാണ് അവിടെ വർദ്ധിക്കുന്നത്. നീ തിരിഞ്ഞു നോക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ നീ തോന്നും നീ പലതും ചെയ്തു എന്ന്. പക്ഷേ മോനെ മോളെ, നമ്മുടെ സേവിങ് അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഒരു പക്ഷേ അവിടെ ഒന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ചിന്തിച്ച് കണക്കൂട്ടുന്നുണ്ടാവും പലതും. പക്ഷേ അക്ഷരാർത്ഥത്തിൽ നഗ്നമായ ഒരു തുറവി അക്കൗണ്ട് തുറന്നു നോക്കുമ്പോൾ ഒരു പക്ഷേ ഒന്നും ഉണ്ടായില്ലെങ്കിൽ, മക്കളെ, എൻ്റെ കർത്താവ്, നിന്റെ കർത്താവ് നിന്നെ സൃഷ്ടിച്ചത് അതൊരു പരാജയമായി പോകരുതേ. നിന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നീ നന്ദി പറയാ. നിന്റെ സഹോദരങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്ത് നിനക്ക് നന്ദി പറയാം. അയൽവാസികൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നിനക്ക് വേണ്ടി അനേകം മക്കളെ പ്രാർത്ഥിക്കുന്നതിന് ഓർത്ത് നന്ദി പറയാം. നീ രക്ഷപ്രാപിക്കാൻ കാരണം പലരുമായിരിക്കാം, അതിനോർത്ത് നമുക്ക് നന്ദി പറയാം. നീ ഒരു സ്ഥാപനം ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സംഭവം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടാവാം. അതിൻ്റെ പേരിൽ നല്ലൊരു കച്ചവടം കിട്ടി. അത് അനേകം മക്കളുടെ വിയർപ്പാണ്, അത് അനേകം മക്കളുടെ സമ്പത്താണ്. നമുക്ക് അതിനോർത്ത് നന്ദി പറയാം. അതുകൊണ്ടല്ലേ നിനക്കൊരു ബിസിനസ് കിട്ടിയത്, നിനക്കൊരു പ്രോഫിറ്റ് കിട്ടിയത്. കർത്താവ് ഈശോയെ ആശീർവദിക്കണമേ. ഇവരുടെ 2 നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണമേ കർത്താവേ. ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവരും പ്രാർത്ഥിക്കട്ടെ കർത്താവേ. അവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ കർത്താവേ. അനേകം മക്കൾ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇവരേറ്റെടുത്തിരിക്കുന്ന ആ 2 നിയോഗങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു കൊടുക്കണമേ. മേരി മാതാവേ, സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണമേ. യേശുവേ, നന്ദി 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 നന്ദി. ഹാലേലി 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 ഹാലേലി. കഴുകണമേ 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 ഈശോ കഴുകണമേ. തിരുരക്തത്താൽ ഞങ്ങളെ കഴുകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവേ, സകല വിസ്തരെ പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.